നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഓരോ സംസ്ഥാനങ്ങൾക്കും GSTയുടെ നഷ്ടക്കണക്കുകൾ പറയാനുണ്ട്. കേരളത്തിൻ്റെ കാര്യമാണെങ്കിൽ 5700 കോടി രൂപ, തമിഴ്നാടിൻ്റെ കാര്യമാണെങ്കിൽ അത് 10,000 കോടിക്ക് മേളിലാണ്. ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളെയാണ് ഏറ്റവും കൂടുതൽ കേന്ദ്ര സർക്കാർ ഉപദ്രവിക്കുന്നത്. കാരണം ദക്ഷിണേന്ത്യയിൽ ഭരണമില്ലല്ലോ. സഖ്യമുള്ള ആന്ധ്രയിൽ മാത്രമാണ് അത് കൃത്യമായി ഇപ്പോൾ കുറച്ച് നാളുകളായി മുടക്കില്ലാതെ കുടിശ്ശിക വയ്ക്കാതെ BJP നേതൃത്വം കൊടുക്കുന്നത്. കേന്ദ്ര സർക്കാർ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പരമാവധി ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഡീലിമിറ്റേഷൻ വരുമ്പോൾ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വെട്ടിക്കുറച്ചാൽ പരിപൂർണമായി. പിന്നെ MP-മാരുടെ പ്രാതിനിധ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംസ്ഥാനങ്ങളെ പൂർണ്ണമായും തഴയുക. കൃത്യമായ ഫാമിലി പ്ലാനിംഗ് നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളാണ് കേരളം, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ വലിയ തോതിലുള്ള ഒരു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഇല്ല. ഒരു വീട്ടിൽ 3, 4, 5 പിള്ളേർ അവിടെ ഉണ്ടാകുന്നില്ല. എവിടെ? ഈ ദക്ഷിണേന്ത്യയിൽ കൃത്യമായിട്ടുള്ള നിയന്ത്രണം ഇവിടെയുണ്ട്. അത് വിവരവും വിദ്യാഭ്യാസവും ഉള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് മെത്തേഡാണ്. GST ദക്ഷിണേന്ത്യൻ സ്റ്റേറ്റുകൾക്ക് വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള സ്റ്റേറ്റുകളെ പരിപൂർണമായി അവരെ നേതൃനിരയിൽ നിന്നും ഒഴിവാക്കുക. ഒരു സംസ്ഥാനത്ത് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം തീരുമാനിക്കുന്നത് ജനസംഖ്യ മാത്രം കണക്കിലെടുത്താൽ കാര്യമില്ല. അവിടെ GDP ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. കാരണം ഈ രാജ്യത്തിൻ്റെ മൊത്ത ഭക്ഷ്യ ഉൽപ്പാദനത്തിൻ്റെ എത്ര ശതമാനം കോൺട്രിബ്യൂഷനാണ് നൽകുന്നത് എന്നതുൾപ്പെടെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റ് സംസ്ഥാനങ്ങൾ അവർ നാശോന്മുഖമാക്കുകയാണ് ഈ രാജ്യത്തിൻ്റെ സന്തുലിതാവസ്ഥ. അവർ പോപ്പുലേഷൻ എക്സ്പ്ലോഷന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ രാജ്യം 200 കോടിയിലേക്ക് ജനസംഖ്യ വളർന്നാൽ ഈ രാജ്യത്തിനുണ്ടാവുന്ന ഭവിഷ്യത്ത് എന്തുമാത്രം ഭയാനകമാണ് എന്നുള്ളത് BJPക്ക് അറിയാഞ്ഞിട്ടല്ല. എന്തോ വന്നോട്ടെ, ഞങ്ങൾക്ക് ഭരിക്കണം. ഞങ്ങൾ കുറേയധികം ആളുകളെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ തന്നെ നിർത്തി ഭയപ്പെടുത്തി അവരുടെ വോട്ട് വാങ്ങി വീണ്ടും വീണ്ടും അധികാരത്തിലേക്ക് എത്തും. അത് തടയാൻ ശ്രമിച്ചാൽ ആ തടയാൻ ശ്രമിക്കുന്നവരുടെ വാമൂടിക്കെട്ടാനുള്ള ബദൽ സംവിധാനവും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതാണ് BJPയുടെ ദേശീയ അജണ്ട. അതിന് യാതൊരു ഭംഗവും വന്നിട്ടില്ല. അതിങ്ങനെ തകൃതിയായി തുടരുന്നു. കുറച്ചധികം നേതാക്കൾ കോട്ടും സ്യൂട്ടും ഒക്കെ ധരിച്ചുകൊണ്ട് സുഖലോലീപമായി ശരപഞ്ചരത്തിൽ ഇരിക്കുമ്പോൾ മറ്റു പലർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് അന്യ സംസ്ഥാനങ്ങളിലേക്ക് എത്തുകയാണ്. ബീഹാറിലെയും UP-യിലെയും അസാമിലെയും ഒക്കെ നിരവധിയായ തൊഴിലാളികൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് അവരുടെ കുടുംബത്തിൻ്റെ അത്താണിയായി എത്തുന്നത് എത്രയോ 10 മടങ്ങായി വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാരുള്ളത് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു അസാമിൽ നിന്നും ബീഹാറിൽ നിന്നുമാണ് എന്നുള്ളതാണ്. രണ്ടിടവും BJP നാശോന്മുഖമാക്കി കഴിഞ്ഞിരിക്കുന്നു.